നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഹോർമൂസ് വഴി സുരക്ഷിത ഗതാഗതത്തിന് മിഡിൽ കോറിഡോർ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഹോർമൂസ് തുറക്കുന്നതിൽ ഇന്നോ നാളെയോ കരാർ നടപ്പിലാകുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ ഒമാൻ നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ഒമാനുമായി നടത്തുന്ന ചർച്ചകൾ പോസിറ്റീവ് ആണെന്നും ഇറാൻ വ്യക്തമാക്കി. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഒരു ധാരണയുണ്ടാകാമെന്നാണ് US പ്രസിഡന്റ് ട്രംപ് സൂചന നൽകിയിട്ടുള്ളത്. ഹോർമൂസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മസ്കറ്റും ടെഹ്റാനും പുതിയ തലത്തിൽ എത്തിയതായി ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് വഴി സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനായി കടലിടുക്കിൽ ഒരു മിഡിൽ കോറിഡോർ നടപ്പാക്കുന്നതിനെക്കുറിച്ചാണ് ഇറാനും ഒമാനും ചർച്ച ചെയ്യുന്നത്. വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. പെൺകുട്ടികൾക്ക് വിവാഹ സമ്മാനമായി സ്വർണവും പട്ടുസാരിയും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 1 പവൻ സ്വർണവും പട്ടുസാരിയും നൽകും. വിജയ് സർക്കാരിന്റെ കന്നി ബജറ്റിലാണ് പ്രഖ്യാപനം. ഇതിനായി 812 കോടി രൂപ വകയിരുത്തി. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് തുടങ്ങി ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ധനമന്ത്രി N. മരിയ വിൽസൺ അവതരിപ്പിച്ചത്. തമിഴക വെട്രി കഴകത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇത്. നാളെ കാർഷിക ബജറ്റ് അവതരിപ്പിക്കും. കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പിനായി 2000 കോടി രൂപ അനുവദിച്ചു. ഇതിനു പുറമെ 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ, ഹെൽമറ്റ്, വാട്ടർ ബോട്ടിൽ എന്നിവയും സർക്കാർ നൽകുമെന്ന് ബജറ്റിൽ പറയുന്നു. മത്സര പരീക്ഷകൾക്കായി പ്രത്യേക പരിശീലനം സർക്കാരിന്റെ കീഴിൽ നടത്തും. 5 ലക്ഷം കോളേജ് വിദ്യാർത്ഥികൾക്ക് AI പരിശീലനം നടത്തുമെന്ന വാഗ്ദാനവും ബജറ്റിലുണ്ട്. സ്ത്രീകൾക്കായുള്ള പ്രതിമാസ ധനസഹായ തുക വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് വേളയിൽ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. 6000 രൂപയായിരുന്നു പ്രതിമാസ വേതനം. ഇത് 7000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഹജ്ജിന് ആദ്യം പോകുന്നവർക്ക് 25000 രൂപയിൽ നിന്ന് 35000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10000 രൂപ നൽകും. കൂടാതെ സംസ്കാര കർമ്മങ്ങൾക്കും 10000 രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2024 തൃശൂരിൽ കാലവർഷക്കെടുതിയിൽ ബാക്കി നൽകാനുള്ള ധനസഹായം അനുവദിച്ചു. കാലവർഷക്കെടുതിയിൽ ഇതുവരെ 26 പേർ മരിച്ചു. 11 പേർക്ക് പരിക്കേറ്റു. 4 പേരെ കാണാനില്ല. സംസ്ഥാനത്ത് 462 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യക്ക് മാതൃകയാകുന്ന വിധത്തിൽ കാലാവസ്ഥാ പ്രവർത്തനത്തിന് സംവിധാനം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്ലഡ് മാപ്പിംഗ് അടക്കം നടത്തുമെന്നും ഡാമുകളിലെ മണൽ നീക്കുകയും ഒപ്പം നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യവും നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മെറ്റയ്ക്ക് അന്ത്യശാസനവുമായി കേന്ദ്രം. ചോദ്യചോർച്ചകളിൽ നടപടി ഉറപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സെൽഫി വീഡിയോ നീക്കാനിടയായ സംഭവത്തിൽ നടപടികളുമായി കേന്ദ്ര സർക്കാർ. ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അല്ലെങ്കിൽ IT നിയമം ഉറപ്പു നൽകുന്ന നിയമപരിരക്ഷ നീക്കം ചെയ്യുമെന്നും കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പാർലമെന്ററി സമിതി മെറ്റയ്ക്ക് അന്ത്യശാസനം നൽകി. 3 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. 140 കോടി ഇന്ത്യക്കാരുടെ പ്രതിനിധിയായ പ്രധാനമന്ത്രി മോദിയുടെ വീഡിയോ നീക്കം ചെയ്ത നടപടി ജനാധിപത്യത്തിന് നേരെയുള്ള അക്രമമാണ് എന്ന് BJP MP നിഷികാന്ത് ദുബെയുടെ നേതൃത്വത്തിലുള്ള സമിതി വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ ഫേസ്ബുക്ക് നടപടി എടുത്തില്ലെങ്കിൽ കമ്പനിക്ക് നിയമപരിരക്ഷ നൽകുന്ന സേഫ് ഹാർബർ വകുപ്പ് നീക്കം ചെയ്യും. മാർക്ക് സക്കർബർഗ് മാപ്പ് പറയേണ്ടി വരും, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തേക്കാമെന്നും സമിതി അറിയിച്ചു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി 8 ലക്ഷം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് മാതാവിന് നഗ്ന ഫോട്ടോ അയച്ചു. സുഹൃത്തിനെ കാണാൻ ബംഗളൂരുവിൽ എത്തിയ യുവാവിനെ 6 സംഘം ഫ്ളാറ്റിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി നഗ്ന ഫോട്ടോ എടുത്തതായി പരാതി. യുവാവിനെ വിട്ടുകിട്ടാൻ 8 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് സംഘം യുവാവിന്റെ നഗ്ന ചിത്രം വീട്ടുകാർക്ക് അയച്ചു. സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട യുവാവ് പോലീസിൽ ഹാജരായി. സിവിൽ സ്റ്റേഷൻ ഫ്ലോറിക്കൽ റോഡ് സ്വദേശിയായ 21കാരനാണ് ചൊവ്വായൂർ പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ ചൊവ്വായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഘത്തിൽ യുവതി അടക്കം 6 അംഗങ്ങളാണ് ഉള്ളതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 24-നാണ് യുവാവ് ബംഗളൂരുവിലെ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ എത്തിയത്. തുടർന്ന് അവിടെ താമസിക്കുമ്പോൾ യുവാവിന്റെ മറ്റൊരു സുഹൃത്തായ യുവതിയുടെ പേര് പറഞ്ഞെത്തിയ 6 അംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്.
എന്നാൽ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും യുവാവ് രക്ഷപ്പെട്ട ഇന്നലെ ചോവൂർ ഇൻസ്പെക്ടർക്ക് പരാതി നൽകുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ യുവാവിനെ ബംഗളൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള സംഘമാണെന്ന് സൂചന ലഭിച്ചതായി ചൊവ്വായൂർ പോലീസ് പറഞ്ഞു. പ്രതികളിൽ യുവതി ഉൾപ്പെടെ 3 പേരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. മറ്റു 3 പേർ നഗരത്തിലുള്ള യുവാക്കളാണെന്നാണ് സൂചന. കേരളത്തെ ആശങ്കയിലാക്കി തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തുമെന്ന ബജറ്റ് പ്രഖ്യാപനം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന പ്രഖ്യാപനവുമായി തമിഴ്നാട് സർക്കാർ. ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി എൻ മരിയ വിൽസനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയർത്താനുള്ള അനുമതി നേരത്തെ തന്നെ സുപ്രീം കോടതി തമിഴ്നാടിന് നൽകിയിരുന്നു. എന്നാൽ കേരളം ഉന്നയിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇത് 136 അടി എന്നതിൽ പരിമിതപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. നിലവിലെ പ്രഖ്യാപനത്തോടെ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് തമിഴ്നാട് സർക്കാർ കടന്നേക്കുമെന്നാണ് സൂചന. ഇതോടൊപ്പം കാവേരി നദിയിൽ നിന്ന് അർഹതപ്പെട്ട ജലം തമിഴ്നാട് നേടിയെടുക്കുമെന്നും ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ വ്യക്തമാക്കി. സർക്കാർ ആശുപത്രികളിൽ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് ആരോഗ്യമന്ത്രിക്ക് സ്വീകരണം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ സന്ദർശനത്തിനെത്തിയ ആരോഗ്യമന്ത്രി കെ മുരളീധരനെ ആശുപത്രിക്കുള്ളിൽ കൊടി പിടിച്ച് മുദ്രാവാക്യം മുഴക്കി സ്വീകരണം. ആശുപത്രി സന്ദർശിക്കാൻ എത്തിയ മന്ത്രിയെ NGO സംഘടന ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ കൊടി പിടിച്ചുള്ള രാഷ്ട്രീയ പ്രചരണം പാടില്ലെന്ന മന്ത്രിയുടെ താക്കീത് നിലനിൽക്കെയാണ് ആരോഗ്യമന്ത്രി തന്നെ സ്വീകരണം ഏറ്റുവാങ്ങിയത്. DYFI അടക്കമുള്ള സംഘടനകൾ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിൽ മന്ത്രിയുടെ പരാമർശം നേരത്തെ വിവാദമായിരുന്നു. ആശുപത്രിക്കുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആരെയും അനുവദിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടിക്കാർ ആശുപത്രിക്കുള്ളിൽ കൊടിയും പിടിച്ച് മുദ്രാവാക്യം മുഴക്കിയാണ് ഇപ്പോൾ മന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥി സമരങ്ങളെ സംയമനത്തോടെ നേരിടണമെന്ന് സുപ്രീം കോടതി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സമരങ്ങൾ നേരിടുമ്പോൾ സർക്കാരും സുരക്ഷാ സേനകളും പരമാവധി സംയമനം പാലിക്കണമെന്ന് സുപ്രീം കോടതി. അക്രമം തടയാൻ അക്രമപരമായ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കാൻ ഇടയാക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി സമരങ്ങൾക്കിടെ നടന്ന അക്രമ സംഭവങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഈ നിരീക്ഷണം നടത്തിയത്. ജനാധിപത്യ വ്യവസ്ഥയിൽ സമാധാനപരമായ മാർച്ചുകൾ നടക്കുമ്പോൾ സുരക്ഷാ സേനയും സംയമനം പാലിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. യുവാക്കൾ അക്രമത്തിലേക്ക് വഴുതി പോകാതിരിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കാൻ അധികാരികൾ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും അവർ എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതുമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരെ നിരീക്ഷിക്കാൻ ക്യാമറ വിവാദമായതോടെ പിൻവലിച്ചു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നതിനായി ക്യാമറ സ്ഥാപിച്ചതിൽ വിവാദം. ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ നിരീക്ഷിക്കാനും ചിത്രീകരിക്കാനുമായി മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് വലതുവശത്തായാണ് ക്യാമറ സജ്ജമാക്കിയത്. എന്നാൽ മാധ്യമപ്രവർത്തകർ ഇത് വാർത്തയാക്കുകയും ചിലർ ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ PRD ജീവനക്കാർ ക്യാമറ മാറ്റുകയായിരുന്നു. ഇന്ന് രാവിലെ പ്രളയ ദുരിതാശ്വാസം അടക്കം പ്രഖ്യാപിക്കുന്നതിനായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിനായി സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ മീഡിയ റൂമിലെത്തിയ മാധ്യമ പ്രവർത്തകരാണ് ക്യാമറ ശ്രദ്ധിച്ചത്. മാറ്റാൻ നിർദ്ദേശം ലഭിച്ചതിനാൽ മാറ്റുന്നു എന്നാണ് ജീവനക്കാർ പ്രതികരിച്ചത്. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി എത്തി വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രശാന്തും അജികുമാറും വീണ്ടും റിമാൻഡിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗം A അജികുമാറും വീണ്ടും റിമാൻഡിൽ. 13 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് കൊല്ലം വിജിലൻസ് കോടതി നടപടി. ഓഗസ്റ്റ് 19 വരെയാണ് ഇരുവരെയും വീണ്ടും റിമാൻഡ് ചെയ്തത്. ജൂലൈ 23-നായിരുന്നു ഇരുവരുടെയും അറസ്റ്റ്. 2019-ലെ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ 2025-ൽ PS പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പാളികൾ കൊടുത്തുവിട്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഹൈക്കോടതിയെ അറിയിക്കാതെയായിരുന്നു സ്വർണം പൂശാനായി വീണ്ടും പാളികൾ കൈമാറിയത്. കോടതിയുടെ മുൻകൂർ അനുമതി തേടാത്തത് സാങ്കേതിക പിഴവായിരുന്നുവെന്നും PS പ്രശാന്തിന്റെ വിശദീകരണം. എന്നാൽ പ്രതികളുടെ വാദങ്ങൾ തള്ളിയ SIT ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു.